നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെയോടെ വളരെ നടക്കുന്ന ഒരു വിവരമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് നമ്മൾ കേട്ടത്. അതായത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കിലെ അത്യാഹിത വിഭാഗത്തിലാണ് തീപിടുത്തം ഉണ്ടായത്. എന്തായാലും നമ്മളിവിടെ വന്നപ്പോൾ തന്നെ ഈ ഒരു തീപിടുത്തം ഉണ്ടാകുന്നു. പിന്നാലെ തന്നെ വേണ്ട സുരക്ഷയൊക്കെ മുൻകരുതലൊക്കെ അവിടുന്ന് സ്വീകരിക്കേണ്ടവർ സ്വീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല മേയർ വി രാജേഷ് സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. ഇപ്പോൾ പേടിക്കേണ്ട സാഹചര്യമില്ല, രോഗികളെ മാറ്റിയിട്ടുണ്ട്, മറ്റ് ആശങ്കകൾക്കൊന്നും നിലവിൽ സ്ഥാനമില്ല എന്ന് മേയർ മലയാളി വാർത്തയോട് പ്രതികരിച്ചിരിക്കുകയാണ്. മേയറുടെ പ്രതികരണത്തിലേക്ക്. സ്ഥിതികൾ വിലയിരുത്തി മാനേജബിൾ ആണ്. 16 രോഗികളാണ് ഈ ഇഷ്യൂ നടന്ന ഐസിയിലുണ്ടായിരുന്നത്. അവരെ ഷിഫ്റ്റ് ചെയ്തു. തൊട്ടടുത്തുള്ള ന്യൂറോ ഐസിയിലെ രോഗികളെ ഷിഫ്റ്റ് ചെയ്തു. ആൾക്കാർക്കാർക്കും പരിക്കുകളൊന്നുമില്ല. നന്നായിട്ട് അവിടുത്തെ ഡോക്ടേഴ്സും നഴ്സുമാർ നന്നായിട്ട് മാനേജ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു വെന്റിലേറ്റർ നാൾ തീ പടർന്നത്, അതിൻ്റെ റീസണൊക്കെ അവർ അന്വേഷിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും എല്ലാ രോഗികളെയും കൂടുതൽ ഡോക്ടർമാരെത്തി പരിശോധിച്ചു വരികയാണ്. ഇപ്പോൾ ആശങ്കയുണ്ട്, ഒരുപാട് പേര് ആശങ്കപരമായിട്ട് കോളുകൾ ചെയ്യുന്നുണ്ട്. അല്ല, അത് വേണ്ട എന്ന് പറയാനാണ് ഞങ്ങൾ മാധ്യമങ്ങളെ കണ്ടത്. അങ്ങനെയുള്ള വാർത്തകൾ പടരരുത്. ഞങ്ങൾ നേരിട്ട് രോഗികളെ കണ്ടു, ICUവിൽ കയറി ബൈസ്റ്റാൻഡർമാരൊക്കെ കണ്ടിട്ടാണ് പറയുന്നത്. ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തീ കണ്ട ഉടൻ തന്നെ ഫയർ എക്സ്റ്റിംഗ്വിഷർ അതിനകത്തുണ്ടായിരുന്നു, അത് വെച്ചിട്ട് അവർ മാനേജ് ചെയ്തു. ഇപ്പോൾ സിസ്റ്റത്തിൽ തുടരെ കുറെ വീഴ്ചകൾ വരുന്നുണ്ട്. അത്തരത്തിലൊരു വീഴ്ചയായിട്ട് ഇതിനെ കണക്കാക്കാം? അല്ല, ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയും. ഇപ്പോൾ രോഗികളൊക്കെ തന്നെ സേഫ് ആണ്, സ്ഥിതി മാനേജബിൾ ആണ്. ബാക്കി നമുക്ക് പിന്നെ പറയാം. ആരോഗ്യമന്ത്രിയുമായി സംസാരിച്ചിരുന്നു? ഇല്ല, അദ്ദേഹത്തിന്റെ ഓഫീസിൽ സെക്രട്ടറി ഒക്കെ ഉണ്ടായിരുന്നു, ഇവിടെ DME ഉണ്ടായിരുന്നു, പ്രിൻസിപ്പൽ സൂപ്രണ്ട്, അവരുമായിട്ട് സംസാരിച്ച് ഹെൽത്ത് മിനിസ്റ്റർ കിട്ടിയിട്ടില്ല. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ICU ഇത്തരത്തിലുള്ളൊരു സംഭവം നടക്കുന്നു എന്നുള്ളത്, ആ ICUവിൽ അങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ ആളുകളെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങളില്ല എന്നത് വലിയ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. സർക്കാർ ഈ കാര്യത്തിൽ തുടർ നടപടികൾ എന്തൊക്കെയാണ് സ്വീകരിക്കുക എന്നത് അടിയന്തരമായിട്ട് ജനങ്ങളെ പറഞ്ഞ് കാര്യങ്ങൾ ജനങ്ങളുടെ വിശ്വാസമാണ്. തീർച്ചയായിട്ടും കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ ഒരു നാട്ടില്ലാത്ത ഒരു അവസ്ഥ കഴിഞ്ഞ കുറെ കാലമായിട്ടുണ്ട്. അതിന് അടിയന്തരമായിട്ട് പരിഹാരം കണ്ടെത്താൻ ജനങ്ങൾ തന്നെ ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പുകൾ തങ്ങേണ്ടി വരും. തെരഞ്ഞെടുപ്പോട് കൂടിയിട്ട് അതിനുള്ള പരിഹാരമാവുന്ന ഞാൻ വിശ്വസിക്കുന്നു. ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. ആരെങ്കിലും മിസ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യവും പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട്. ആരും തന്നെ മിസ് ചെയ്യപ്പെട്ടിട്ടില്ല. ഇപ്പോൾ ഇവിടുത്തെ PROയുടെ നേതൃത്വത്തിൽ, സെക്യൂരിറ്റി ഓഫീസറുടെ നേതൃത്വത്തിൽ എല്ലാ വാർഡുകളും സന്ദർശിച്ച് അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ തിട്ടപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഞാൻ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയോട് സംസാരിച്ചു. അപ്പോൾ ഇതറിഞ്ഞ മാത്രയിൽ തന്നെ അവര് ഗവൺമെന്റ് സെക്രട്ടറിയോടും അവരുടെ പ്രൈവറ്റ് സെക്രട്ടറി അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാരെ ഇവിടെ വരാൻ പറഞ്ഞിരുന്നു. ഇവിടെ ഗവൺമെന്റ് സെക്രട്ടറിയുടെ സാന്നിധ്യത്തിൽ DMO അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നു. പ്രിൻസിപ്പലും അതുപോലെ തന്നെ നമ്മുടെ വിശ്വനാഥൻ DMEയും എല്ലാവരും ആ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാ പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങളും അവർ വിലയിരുത്തിയിട്ടുണ്ട്. വിലയിരുത്തിയുടെ അടിസ്ഥാനത്തിലുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ആ തീരുമാനങ്ങളുമായിട്ട് മുന്നോട്ട് പോവാണ്. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റ് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ അറിയിച്ചിട്ടുള്ളത് പ്രാഥമിക അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. അന്വേഷണത്തിന്റെ ഫലം കിട്ടിയാലുടൻ തന്നെ അതിനാവശ്യമായ നടപടി സ്വീകരിക്കും. അപ്പോൾ പ്രാഥമികമായിട്ട് ഇതിന്റെ പശ്ചാത്തലത്തിൽ, ഈ വെന്റിലേറ്റർ തീ പിടിച്ചതിന്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ ഈ ഹോസ്പിറ്റലുകളിലുള്ള വെന്റിലേറ്റേഴ്സിന്റെ എല്ലാം തന്നെ പരിശോധന നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ മിനിസ്റ്ററുടെ നിർദ്ദേശപ്രകാരം സംസ്ഥാനത്തെ എല്ലാ ഹോസ്പിറ്റലുകളിലെയും വെന്റിലേറ്ററുകൾ അടക്കമുള്ള ഉപകരണങ്ങളുടെ പരിശോധന, ഓഡിറ്റിംഗ് അടിയന്തരമായിട്ട് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൃത്യമായിട്ടുള്ള എണ്ണം അപ്പോൾ രോഗികളെ മാറ്റി അതുപോലെ PG സ്റ്റുഡൻസ് സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റം ഫലപ്രദമായിട്ട് പ്രവർത്തിക്കുന്ന സിസ്റ്റമാണ്. പ്രവർത്തിപ്പിക്കാനായിട്ട് നമുക്ക് അറിയുകയും ചെയ്യാം. തീപിടുത്തം ഉണ്ടായിട്ടില്ല, പുകയുണ്ടായി. ആ പറയുന്ന പർട്ടിക്കുലർ ആയിട്ടുള്ള അതിലവരെന്നെ കാണിച്ചു തന്നത് അതിനകത്ത് അവിടെ ഒരു പ്ലഗ് ഉണ്ട്. ആ പ്ലഗ് പോലും കേടായിട്ടില്ല. തീ പിടിച്ചാൽ സ്വാഭാവികമായിട്ട് പ്ലഗ് കത്തിപ്പോകേണ്ടതാണ്. പ്ലഗ് പോലും കേടായിട്ടില്ല. ആ പർട്ടിക്കുലർ വെന്റിലേറ്റർ ഉണ്ടല്ലോ, ആ വെന്റിലേറ്റർ മാത്രമാണ്, ആ ഒരു പർട്ടിക്കുലർ വെന്റിലേറ്റർ മാത്രമാണ്.
ഫസ്റ്റ് ഫ്ലോറിൽ ഉള്ള പേഷ്യൻസ് എല്ലാം മാറ്റിയിട്ടുണ്ട്, മറ്റ ഐസിയുസ്ക്ക് മാറ്റിയിട്ടുണ്ട്. എല്ലാവരും സേഫാണ്, വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. ഒരു വെന്റിലേറ്ററിൽ ഫയർ ഇൻസിഡന്റ് സംഭവിച്ചിട്ടുണ്ട്. അത് ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സ് ഉണ്ട്, ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിലുള്ള ഒഫീഷ്യൽസ് ഉണ്ട്. അതിന്റെ വയറിങ് മറ്റു കാര്യങ്ങളെല്ലാം പരിശോധിക്കുന്നുണ്ട്. മറ്റു ഫ്ലോർസ് എല്ലാം ഇപ്പോൾ വേറെ പ്രശ്നങ്ങളുണ്ടെന്നാണ് അവർ എന്നോട് പറഞ്ഞത്. എനിവേ അവർ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. പേഷ്യൻസ് എല്ലാം സേഫാണ്. ആ ഫയർ ഇൻസിഡന്റ് നടന്നപ്പോൾ നല്ല സ്മോക്ക് ഉണ്ടായിരുന്നു അവിടെ. പിന്നെ ഫയർ എക്സ്റ്റിങ്ക്വിഷേഴ്സ് എല്ലാം അവിടെ തന്നെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ അവിടുത്തെ മെഡിക്കൽ സ്റ്റാഫ് വേഗം റിയാക്ട് ചെയ്ത് അതെല്ലാം ക്ലോസ് ചെയ്തു. അതുകൊണ്ട് വേറെ വലിയ ഇഷ്യൂസ് ഒന്നും സംഭവിച്ചിട്ടില്ല. ഉടൻ തന്നെ പേഷ്യൻസ് എല്ലാം മറ്റേ സ്ഥലത്ത് അവരെല്ലാം സേഫാണ്. വേറെ ഇഷ്യൂസ് ഇല്ല. സ്റ്റാഫ് 2 മെഡിക്കൽ സ്റ്റാഫ് മാത്രം ഈ സ്മോക്ക് ഇൻഹാൽ ചെയ്യുന്നതുകൊണ്ട് ആ ഒരു ഡിസ്കംഫർട്ട് ഉണ്ട്. അവർ അവിടെ ഒബ്സർവേഷനിലാണ്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എല്ലാം അണ്ടർ കൺട്രോൾ ആണ്. വേറെ ഇഷ്യൂസ് ഇവിടെ എല്ലാ ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റില് ഇലക്ട്രിക്കൽസ്, ഫയർ ഫോഴ്സ് എല്ലാം ഇവിടെ റവന്യൂ വകുപ്പ് എല്ലാവരും ഉണ്ട്. അവരെല്ലാ കാര്യങ്ങളും പരിശോധിക്കുന്നുണ്ട്. എല്ലാം അണ്ടർ കൺട്രോൾ ആണ്. വേറെ ഇഷ്യൂസ് താങ്ക് യു. ഇന്ന് രാവിലെ നമ്മുടെ മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കിൽ ഏകദേശം 8:55 ഫസ്റ്റ് ഫ്ലോർ സർജിക്കൽ ICUവിൽ ഒരു തീപിടുത്തൽ ഉണ്ടായി. അതിന്റെ കാരണം അത് അവിടുത്തെ ഒരു വെന്റിലേറ്റർ അത് ബർസ്റ്റ് ആയി. പക്ഷെ പ്രത്യേകിച്ച് പറയാനുള്ളത് അവിടുത്തെ ഹൗസ് സർജൻ, തൊട്ടടുത്ത ഉള്ള 3 ഡോക്ടേഴ്സ് നഴ്സസ് അതെല്ലാം വളരെ പ്രസൻസ് ഓഫ് മൈൻഡ് കാണിച്ചുകൊണ്ട് ആ വെന്റിലേറ്റർ ബർസ്റ്റ് ആയി. അത് അവരെ തന്നെ അവിടുത്തെ ഫയർ എക്സ്റ്റിങ്വിഷർ ഉപയോഗിച്ചുകൊണ്ട് അത് കൺട്രോളിലാക്കി. അപ്പോൾ ആദ്യമേ തന്നെ പറയാനുള്ളത് അവിടുത്തെ ആ സർജിക്കൽ ആ ICUവിലുള്ള ആ പേഷ്യൻ്റ് ഒപ്പം അവിടുത്തെ ഡോക്ടർ, അവിടുത്തെ നഴ്സസ്, അവിടുത്തെ എല്ലാ സ്റ്റാഫ് വളരെ ധൈര്യമായി കാര്യങ്ങൾ അത് ചെയ്തിട്ട് അവരുടെ പരിശീലനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഫയർ എക്സ്റ്റിങ്വിഷ് ചെയ്യാൻ സാധിച്ചു. അതിനുശേഷമേ അവിടെ സ്മോക്ക് അത് ഒരുപാട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവിടുത്തെ എല്ലാ 16 പേഷ്യൻ്റ് അപ്പോൾ തന്നെ ഈ ടീം മറ്റെല്ലാ സ്റ്റാഫ് അത് എടുത്തിട്ട് MICU വാർഡ് 7 അവിടെയാണ് നമ്മൾ കൊണ്ടുപോകാനുള്ള എല്ലാ ഏർപ്പാട് ചെയ്തിട്ട് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അവിടെ തൊട്ടടുത്ത അപ്പോസിറ്റ് സൈഡിലുള്ള വാർഡിൽ 16 പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ടോട്ടൽ 32 പേഷ്യൻ്റ് ആണ് നമ്മൾ ആ ഏരിയയിൽ നിന്ന് ഇവാക്യുവേറ്റ് ചെയ്തിട്ട് കഴിഞ്ഞിട്ട് അവർക്ക് ഉചിതമായ ട്രീറ്റ്മെന്റ് അത് തുടർച്ചയായിട്ട് നമ്മൾ ചെയ്യുന്നു. ഷിഫ്റ്റ് ചെയ്തിട്ടുള്ള സ്ഥലത്ത് ഈ ICU പോലെ തന്നെ എല്ലാ സംവിധാനമുണ്ട്. എല്ലാ ഈ 32 പേഷ്യൻ്റ് സ്റ്റേബിൾ ആണ്. അവിടെ ഒരു വേറെ അപകടം ഒന്നും ഉണ്ടായിട്ടില്ല. ഉടൻ തന്നെ ഫയർ ഫോഴ്സും ഇവിടെ സ്ഥലത്ത് എത്തി ഈ മുഴുവൻ ഫയർ സിറ്റുവേഷൻ അവരെ കൺട്രോളിൽ എടുത്തിട്ട് മറ്റെല്ലാ ക്രമീകരണങ്ങൾ അവർ ചെയ്ത് വരുന്നു. അപ്പോൾ അതേ സമയത്ത് DME ഡോക്ടർ വിശ്വനാഥൻ, സൂപ്രിൻറ്റൻഡന്റ്, പ്രിൻസിപ്പൽ ഡോക്ടർ ജബ്ബാർ, പിന്നെ ഈ മൾട്ടി സ്പെഷ്യാലിറ്റിന്റെ സൂപ്രണ്ട് എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിച്ചിട്ട് ഒരു പ്രധാനപ്പെട്ട MICUവിൽ 10 ബെഡിന്റെ ക്രമീകരണങ്ങൾ, 7ാമത്തെ വാർഡിൽ 100 ICU ബെഡിന്റെ ക്രമീകരണങ്ങൾ അവരെ തുടങ്ങി. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇപ്പോഴത്തെ സംഭവം നടന്നിട്ടുള്ള സ്ഥലം അത് മുഴുവൻ കൺട്രോളിലാണ്. അതേ സമയത്ത് ഈ മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കിൽ ആസ് എ അബണ്ടന്റ് പ്രിക്കോഷൻ we have to also see that what is the reason for the fault. അതുകൊണ്ട് ഇലക്ട്രിക് ഇൻസ്പെക്ടറേറ്റിന്റെ സംഘം വന്നു കഴിഞ്ഞു. അവരെ ഇത് പഠനം ചെയ്യും. പക്ഷെ ഞങ്ങൾക്ക് ഒരു ടെക്നിക്കലി തോന്നിയ ഒരു കാര്യം, നമ്മൾ 2ാമത്തെ ഫ്ലോർ 3ാമത്തെ ഫ്ലോറിൽ കാർഡിയോ thoracic പൾമനറി ക്രിട്ടിക്കൽ കെയർ ICU അവിടെ ഏകദേശം 63 പേഷ്യൻ്റ് ഉണ്ട്. ആ 63 പേഷ്യൻ്റെയും നമ്മൾ ആസ് അബണ്ടന്റ് പ്രിക്കോഷൻ ഈ 7-8 വാർഡിൽ ഹാവിങ് ഓൾ ദ സെയിം ഫാസിലിറ്റി ഓഫ് ICU അവിടെ നമ്മൾ ഷിഫ്റ്റ് ചെയ്തിട്ട് അവരുടെ ചികിത്സ തുടരും. അങ്ങനെ നമ്മൾ എല്ലാ ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇലക്ട്രിക് ഇൻസ്പെക്ടറേറ്റ്, ഞാൻ പവർ സെക്രട്ടറിയോട് സംസാരിച്ചു. ഇലക്ട്രിക് ഇൻസ്പെക്ടറേറ്റിന്റെ സംഘം അത് ഇവിടെ മാത്രമല്ല, പക്ഷെ നമ്മൾ മുഴുവൻ എല്ലാ ജില്ലയിലുള്ള മെഡിക്കൽ കോളേജസ് പ്രിവെന്റീവ് ടെക്നിക്കൽ അനാലിസിസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അത് ഏതാണ്ട് ദിവസത്തിൽ അവരെ പൂർത്തീകരിക്കും. അതിനുശേഷമേ അവരെ DH and GHയിലും ടെക്നിക്കൽ ഓഡിറ്റ് കംപ്ലീറ്റ് ചെയ്യും. അതാണ് നമ്മൾ എല്ലാം ചെയ്തിട്ടുണ്ട്. My request to all, and I must appreciate the presence of mind of the doctor and the nurses who were working in the ICU
and all those other bystanders who has helped us in this coordination. So ഇത്രയുമാണ് എനിക്ക് പറയാനുള്ളത്. അല്ല, സ്റ്റാഫ് ആർക്കും ഒരു കാഷ്വാലിറ്റി ഇല്ല, എല്ലാവരും സ്റ്റേബിൾ ആണ്. അതുകുറിച്ച് ഈ സംഭവം സംബന്ധിച്ച് അവർക്ക് ഒരു ഫസ്റ്റ് റിയാക്ഷൻ ആയിട്ട് കുറിച്ച് അവർക്ക് ആശങ്ക ഉണ്ടായിരുന്നു. പക്ഷെ all of them are stable. That is a happy news for all of us.